Hi friends, welcome back to my YouTube channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ ഫ്രൈ ആട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന കോളിഫ്ലവർ ഫ്രൈ എന്ത് ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിന്റെ റെസിപ്പി കറക്റ്റ് ആയിട്ടൊന്നും എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള റെസിപ്പിയാണിത്. ഏകദേശം ആ ഒരു ടേസ്റ്റ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച, അതായത് ചെറിയ പൂക്കളായിട്ട് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ, അതിന്റെ ചെറിയ തണ്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ചെറിയ തണ്ട് എടുക്കുകയാണെങ്കിൽ പക്ഷെ നല്ല നൈസായിട്ട് തിന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം, അത് വേണം. അതിന് ശേഷം നമുക്ക് വേണ്ടത് പൊടികൾ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് എരിവിന് നമ്മുടെ നോർമൽ ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് കായപ്പൊടി, ഉപ്പ്. ഇതാണ് സ്പൈസസ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ട പൊടികള് ഇതിൽ പേരൊക്കെയാണ് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് അരിപ്പൊടി. നമ്മുടെ അരിപ്പൊടി എന്ന് പറഞ്ഞാൽ പുട്ടുപൊടിയല്ല, നമ്മുടെ പത്തിരിക്ക് പൊടിക്കുന്ന നൈസായിട്ടുള്ള പൊടിയില്ലേ, അപ്പം അത് വേണം. കടലപ്പൊടി വേണം. അതേപോലെ കോൺഫ്ലവർ, മറ്റേ കോൺസ്റ്റാർച്ചാണ് സ്വതവേ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ കോൺസ്റ്റാർച്ച് ഇല്ല, കോൺഫ്ലവർ എൻ്റെ കയ്യിലുള്ളത്. അപ്പം അതെടുത്തിട്ടുണ്ട്. മൈദപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കരുവേപ്പില. അതേപോലെ വേണ്ടതാണ് നാരങ്ങാനീര്. നാരങ്ങാനീര് കുറച്ച് മതി. അതേപോലെ സോയ സോസും വളരെ കുറച്ച് മതി, കാരണം രണ്ടിനും പുളിയുണ്ട്, അപ്പോൾ രണ്ടും കുറേശ്ശെ ഇട്ടാൽ മതി. പിന്നെ കുറച്ച് നല്ലെണ്ണയും. പിന്നെ വേണ്ടത് ഞാൻ ഇവിടെ വെച്ചിട്ടില്ല, നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് വറക്കാൻ പോകുന്നത്. അപ്പൊ സൺഫ്ലവർ ഓയിലും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോ എങ്ങനെ അത് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ കോളിഫ്ലവറിലേക്ക് നല്ല തിളച്ച വെള്ളം ഉണ്ടല്ലോ, തിളച്ച ഉടനെയുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെക്കാം. അതായത് ഇത് മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് സോഫ്റ്റ് ആവും. അതായത് കോളിഫ്ലവർ കുറച്ച് കട്ടിയില്ല അല്ലേ, അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പൊ നമുക്കിത് വറക്കുമ്പം ഉള്ളിൽ വെന്തില്ലേ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം ആദ്യം നമുക്ക് അങ്ങനെ ചെയ്യാം, അതിനുശേഷം ബാക്കി സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ ഇതാ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇടാം. ഉപ്പിട്ടു, കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ. വെള്ളം തിളയ്ക്കാറായിട്ട് ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം അതും കൂടെ ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതാ ഇങ്ങനെ തിളച്ച വെള്ളമാണ്, അതും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് അടച്ചു വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ഇങ്ങനെ ഇരുന്നതിന് ശേഷം വെള്ളം നല്ലോണം ഊറ്റിയിട്ട് നല്ലോണം ആറണം. ഈ കോളിഫ്ലവർ ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം ഈ ചൂടെല്ലാം മാറി നല്ലോണം ആറണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഓക്കെ, 10 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ, ഇത്രയായാൽ മതി. ഇനി നമുക്കിത് ഊറ്റിയിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. ഫുൾ വെള്ളവും ഊറ്റിയിട്ട് തണുക്കാൻ വെക്കാം. ഞാനിത് ഊറ്റി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തണുക്കട്ടെ. ഫുൾ തണുക്കണം കേട്ടോ. തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. തണുക്കാതെ നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് വറുത്താൽ എന്താ പ്രശ്നം വെച്ചാൽ ക്രിസ്പായിട്ട് കിട്ടില്ല, അതിങ്ങനെ ഉടഞ്ഞുകൊണ്ടിരിക്കും. ക്രിസ്പായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇത് തണുക്കുന്നവരെ തന്നെ വെയിറ്റ് ചെയ്യണം. അപ്പൊ തണുക്കട്ടെ, എന്നിട്ട് തിരിച്ചു വരാം. അപ്പൊ അതാ ചൂട് മുഴുവൻ ആറി ഞാൻ വീണ്ടും ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികളൊക്കെ ഇട്ട് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു വെച്ച ഈ മാരിനേറ്റിംഗ് പൊടികൾ ആദ്യം ഇടാം. അതിനുശേഷം നമ്മുടെ സ്പൈസസും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ വെള്ളം അധികം ആഡ് ചെയ്യണ്ട. നമ്മൾ ഇതിനകത്ത് ഉള്ള മോയ്സ്ചറും അതേപോലെ തന്നെ ഇനിയിപ്പം നമ്മൾ നാരങ്ങാനീരും ഇതൊക്കെ ഒഴിക്കുമല്ലോ, അപ്പൊ അതും മാത്രം മതി. അപ്പൊ നല്ലോണം മിക്സ് ചെയ്യാം. ഒരു സ്പാക്ടുലയോ അല്ലെങ്കിൽ ഒരു കയ്യിലോ എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഈ എടുത്തു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, കരുവേപ്പില ഇതും ഒന്ന് ഇട്ടെടുക്കാം. നല്ലോണം മിക്സ് ആവണം കേട്ടോ.
അതും ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ച സോയ സോസ് വളരെ കുറച്ച് ഒഴിക്കാം, ഇത്രയും മതി. പിന്നെ നാരങ്ങ നീരൊഴിക്കാം, അതേപോലെ നല്ലെണ്ണയും കൂടെ ഒഴിക്കാം. വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പൊടികളൊക്കെ ഒന്ന് നനയാൻ വേണ്ടി മാത്രം, വേണ്ടി വരില്ല. നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പം ആ നനവൊക്കെ അതിനകത്തുള്ള മോയ്സ്ചറിനെ തട്ടിയിട്ട് ഒന്ന് ഇതായിക്കോളും. ഇനി അല്ല വല്ലാണ്ട് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ചൊന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, ഒരു പൊടിക്ക് വെള്ളം നമുക്കൊന്ന് കുടഞ്ഞു കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് അങ്ങോട്ട് ഇതായിട്ടില്ല. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം നമുക്കൊന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്താൽ സെറ്റ് ആയിക്കോളും. ഇതാ ഇപ്പൊ നല്ല കോട്ടഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതൊരു ബജ്ജി പോലെ അല്ല ഉണ്ടാക്കണം കേട്ടോ. ബജ്ജി പോലെ മുക്കി പൊരിക്കുകയല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ ഈ ഒരു കോട്ടിങ്ങാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പൊ അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ ഒരു ചീഞ്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് വറുത്തെടുക്കാം. അപ്പൊ ദാ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ട് ഇടാവൂ കേട്ടോ, ഇല്ലെങ്കിൽ എണ്ണ വല്ലാണ്ട് കുടിക്കും. അതുകൊണ്ട് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് തുടങ്ങാം. ഇങ്ങനെ വിട്ട് ഇട്ടാലേ നമുക്ക് വേറെ ആയിട്ട് കിട്ടുള്ളൂ. മറ്റെല്ലാം കൂടെ ഒരു ഉണ്ട കെട്ടിയ പോലെ വരും. അപ്പം ഓരോന്നായിട്ട് ഇടണമെന്നില്ല, എന്നാലും ചെറിയ സ്കൂപ്സ് ആയിട്ട് ഇടാം. മാക്സിമം ഇത്ര ഇട്ടാൽ മതി അറ്റ് എ ടൈം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആയി കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പം മാക്സിമം ഇത്ര ഇട്ടാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ നമുക്ക് എന്നിട്ട് എടുക്കുകയും ചെയ്യാം. ഓൾമോസ്റ്റ് ആയി തുടങ്ങി. ഇനി നമുക്ക് ഇത് വറുത്ത് കോരാം, കോരിയെടുക്കാം. ഇതുപോലെ ബാക്കിയും കൂടെ നമുക്ക് വറുത്ത് കോരിയതിന് ശേഷം തിരിച്ചു വരാം. ഇതാ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ, തട്ടുകട സ്റ്റൈൽ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അല്ലേ? നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ശരിക്കും ഒരു തട്ടുകട കോളിഫ്ലവർ ഫ്രൈൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഞാനിത് ഫുള്ള് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളും ഇതുപോലെ വേണ്ടത് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കി ആ മാരിനേറ്റ് ചെയ്തത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് വേണ്ടപ്പോൾ എടുത്തിട്ട് വറുത്താൽ മതി. മറ്റേത് എന്താ വെച്ചാൽ നമ്മൾ വറുത്തത് എടുത്ത് വെക്കുമ്പം പിന്നെ അത് ചൂടാക്കിയ അതൊരു ക്രിസ്പിനെസ് ഒക്കെ പോവുമല്ലോ. ഇത് ഏതെങ്കിലും അമ്മമാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ എന്തിനാ അപ്പം ഇത് ഇങ്ങനെയൊക്കെ പറയണത്. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടി പറയാം കേട്ടോ. അവർക്ക് വലിയ ഐഡിയ ഇല്ലാത്ത ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റിയാണ്, അത് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.